അല്ലാഹു തആല നാടിന് ഖൈറായ വിജയം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ പറയാലോ, അങ്ങനെ പറയാം. നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന് പറ്റുന്ന വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കൂട്ടത്തില് ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും, അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി പോകും. രണ്ടും കൂടെ എന്തായാലും നടക്കൂല. ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. ഒരു വിഭാഗം ജയിക്കും, ഒരു വിഭാഗം തോക്കും. ആണോ? അന്നത്തെ ദിവസം ഒരുപാട് അദാബുകൾക്ക് അർഹമാകുന്ന രൂപത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാരുണ്ട്. ഏത് പാർട്ടി ആവട്ടെ അല്ലേ? ജയിച്ചു തോറ്റുപോയ ആളിന്റെ കുടുംബത്തിനെ ആക്ഷേപിക്കുന്നവരുണ്ട്, അവരുടെ കുടുംബത്തിലെ പേരുകൾ പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്, അവരെ തെറി പറയുന്നവരുണ്ട്, ആക്ഷേപം പറയുന്നവരുണ്ട്, അസഭ്യം പറയുന്നവരുണ്ട്, തോന്നിവാസം പറയുന്നവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരിലേക്ക് പടക്കമെറിയുന്നവരുണ്ട്. പല നിലക്കുള്ള തോന്നിവാസങ്ങൾ കാണിച്ച് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ പ്രകടനം ഒരു പാർട്ടിയിലുള്ള മുസ്ലിമും നടത്തല്ലേ. എനിക്കെന്റെ മുസ്ലിം സഹോദരങ്ങളോടെ പറയാൻ നിവൃത്തിയുള്ളൂ, എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടെ പറയാൻ നിവൃത്തിയുള്ളൂ. ജയിച്ചത് സന്തോഷമാണ്, തോറ്റത് നിരാശയാണ്. അതോടുകൂടി അത് കഴിഞ്ഞു. ജയിച്ച പാർട്ടി പിന്നെ എല്ലാവരുടെയും ആളാണ്, ജയിച്ച മന്ത്രി പിന്നെ എല്ലാവർക്കും ഉള്ളതാണ്. എന്റെ പാർട്ടിക്ക് മാത്രമേ പറ്റൂ, അങ്ങനെ പറ്റൂല. പടച്ചവും പിടിച്ചു നിർത്തും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിരുവിടും